എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. എൻ മുഗ്ധരേണുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനെ. പുഞ്ചിരിക്കുക, രണ്ട് പുഞ്ചിരിയുണ്ട്. നിങ്ങൾ പുഞ്ചിരിക്കുന്നത് ചുണ്ട് വിടർത്തിയിട്ട്, വീട് പുഞ്ചിരിക്കുന്നത് വാതിൽ തുറന്നിട്ട്. വാതിൽ തുറക്ക്, എന്നിട്ട് കുട്ടികളെ പ്രഭാതത്തിലേക്ക് നയിക്കൂ. പ്രഭാതമാണ് നമ്മുടെ ഭക്തിയുടെ അടിത്തറ. സുപ്രഭാതം പൊട്ടിവിടർന്നു ഉഷസന്ധ്യായ ഗഗിരിയിൽ നിത്യതുഷാര വിഭൂതി അണിഞ്ഞു. പാട്ട് കേട്ടില്ലേ? പ്രഭാതമായി തൃക്കണിയേകിയാലും കൗസല്യ സുപ്രജ രാമപൂർവസന്ധ്യാ പ്രവർത്തതേ. കൗസല്യന്റെ നല്ല പുത്രനായ രാമ, പൂർവസന്ധ്യ കിഴക്കു ഭാഗത്തെ പ്രഭാതസന്ധ്യ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അതാ എം എസ് സുബ്ബലക്ഷ്മിയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ടത്. പ്രഭാതം. മലയാളി ഉള്ളിടത്തോളം കാലം, മലയാള ഭാഷയുള്ളിടത്തോളം കാലം ഒരു മോട്ടിവേഷൻ പ്രസംഗവും ഇല്ലാതെ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മഹത്തായ അത്ഭുതമായ ഒരു സംഭവത്തെ സൃഷ്ടിച്ചിട്ടാണ് ജയേന്ദ്രൻ ലോകത്തോട് വിട പറഞ്ഞത്. ആ അത്ഭുത സംഭവമാണ് സുപ്രഭാതം. സുപ്രഭാതം നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. പാട്ട് രാവിലെ കേട്ടാൽ തന്നെ അന്ന് മൂടാവും. വാതിൽ തുറന്നിട്ട് മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന ആ പൂക്കളെ നോക്കി, ആ പൂക്കളെ ഉണർത്തുന്ന സൂര്യനെ നോക്കി, പൂവിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെ നോക്കി അല്പനേരം ഉലാത്ത്. അല്ലാതെ ഈ ശരീരത്തിന് കൊടുക്കാൻ ടിക്ക് 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 3 മിസൈലിന് തീ കൊടുക്കല് പിന്നാവാ. രാവിലെ എണീറ്റ 3 മിസൈലിന് തീ കൊടുക്കല്ലേ പണി? ഗ്യാസിന്റെ 3 അടുപ്പ് കത്തിക്കോ. മനസ്സിന് തീ കൊടുക്ക്, അതിന് ആന്തരികമായി വെളിച്ചം കൊടുക്ക്. ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എന്താ? ഓം നമഃശിവായ, ഓം നാരായണായ എന്നൊന്നുമല്ല. മനസ്സിനെ ഉണർത്താൻ പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ. അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. സൂര്യഗായത്രി. ഓം സത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാ. ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ, ആന്തരികമായ വെളിച്ചമേ വന്നാലുന്ന. ബാഹ്യമായ വെളിച്ചം തരുന്നവനല്ല ദൈവം. ബാഹ്യമായി വെളിച്ചം തരുന്ന ദൈവം കൃഷ്ണൻകുട്ടിയാണ്, കേരളത്തിലെ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി. ആന്തരികമായ വെളിച്ചം തരുന്നവനെ എന്ത് വിളിക്കും? വെളിച്ചത്തിന് സംസ്കൃതത്തിൽ ദിവം എന്ന് പറയും. ദിവാകരൻ സൂര്യനാണ്. ദിവം തരുന്നവനാണ് ദൈവം. മനസ്സിലായോ?